ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര പുതിയ ഒരു സ്ഥലത്തേക്കാണ്. വീടിനടുത്തുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മൺട്രോത്തുരുത്തിലോട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മൺട്രോത്തുരുത്തിലെ ആ പാലത്തിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തെ കരയിലോട്ട് ചങ്ങാടത്തെ കയറി പോകുന്നതാണ്. ഇവിടുന്ന് കടവുണ്ട്, അപ്പുറത്തേക്ക് വണ്ടികളൊക്കെ കയറ്റി അപ്പുറത്തോട്ട് കൊണ്ടുപോകും. തിരിച്ചപ്പുറത്തുനിന്ന് വണ്ടികൾ ഇപ്പുറത്തോട്ടും കൊണ്ടുപോകും. ഈ പാലം പണി നടക്കുന്നുണ്ടാവും. ബാക്കി കാണുന്ന പാലമില്ലേ, പാലം പണി തീരുന്നവരെ ഇതുണ്ടാവും കടത്ത്. ഇപ്പോൾ ഞങ്ങൾ ഈ കടത്ത് കയറി അപ്പുറത്ത് പോകാൻ 10 രൂപ ഒരാൾക്ക്, പിള്ളേർക്കൊക്കെ ഫ്രീ ആണ്. തിരിച്ചും 10 രൂപ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കയറാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. സാധാരണ ഈ മൺട്രോത്തുരുത്തി വരുന്ന ആൾക്കാർ അപ്പുറത്ത് വള്ളമുണ്ട്, വള്ളത്തെ കയറി അവിടെ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവിടെ നിന്ന് പോകുക സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ പാലം എൻഡ് ചെയ്യുന്നിടത്ത് വരെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കടവിലൊക്കെ കയറി ഇത് നമ്മുടെ പഴയ അഷ്ടമുടി കായലിൻ്റെ അടുത്ത് കുറുകെയുള്ള പാലമൊക്കെ കാണാം, ട്രെയിൻ പോകുന്ന പാലമൊക്കെ കാണാം. അതിനിപ്പുറ സൈഡിലാണ് പുതിയ ഈ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് വേണ്ടിയിട്ട് പുതിയ പാലം പണിയുന്നത്. അപ്പോൾ അവിടെ വരെ വന്നു. അപ്പം ചങ്ങാടത്തിലും കയറാം ചെറിയ പൈസയ്ക്ക്. ഗവൺമെൻറ് സർവീസ് ആണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് പോകുന്നതാണ് പാലം. പണ്ട് 1988 ട്രെയിൻ ദുരന്തം നടന്ന പാലമാണത്. പിന്നെ ഇവിടെ നമ്മുടെ കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. ചുമ്മാ പിള്ളേർ ചങ്ങാടത്തെ കയറി അവിടെ നിൽക്കുക, കറങ്ങി അപ്പുറത്ത് പോവുക, തിരിച്ചു വരിക. ഇനി തിരിച്ചു പോയിട്ടാണ് ഞങ്ങൾ വള്ളത്തെ കയറാൻ പോകുന്നത്. വള്ളത്തെ കയറാൻ പോകുമ്പോൾ നമ്മൾ അവിടെ വള്ളത്തിന് കൊടുത്തത് 1000 രൂപയാണ്. 2 മണിക്കൂറാണ് 1000 രൂപ. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലെല്ലാം പുള്ളിക്കാരൻ കൊണ്ടുപോകും. ബാക്കി കമൻ്റൊന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ളത് കൊണ്ടായിരിക്കും നമുക്കതിന് ഇത്രയും വില. വളരെ ദൂരെ നിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട്. ഇതുപോലെ പുതിയ സ്ഥലങ്ങൾ നമ്മളും പോകാറുണ്ട്, ദൂരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. അവിടുത്തെ ആളുകൾ ഒരുപക്ഷെ അത്രയും അതിന് വില കൽപ്പിക്കുന്നുണ്ടാവില്ല. ഇനിവേ നമ്മുടെ അടുത്ത് ഇതുപോലുള്ള പല പിന്നെ ഈ ടൂറിസ്റ്റ് പോയിന്റുകളുണ്ട്. ശാസ്താംകോട്ട കായലുണ്ട്. അതുപോലൊരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. അപ്പോൾ നമ്മൾ മൺട്രോത്തുരുത്തിലാണ്. ഇതിന് മുമ്പേ ഒരു വർഷം പോയിരുന്നു. അന്ന് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ വെട്ടി തെളിച്ച് ഭംഗിയൊക്കെ കുറച്ച് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നി. അന്നതാ ഇഷ്ടം പോലെ തെങ്ങൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആ തെങ്ങൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഇനിവേ നമ്മൾ ചങ്ങാടത്തെ കയറി അപ്പുറത്ത് പോയി തിരിച്ചു വരുന്നു. ഇനി നമ്മൾ വള്ളത്തെ കയറാൻ പോകുന്ന കാഴ്ചകളുണ്ട്. മൊത്തം കാണുക, താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വേറെ കമൻറ്റുകളൊന്നും എനിക്ക് പറയാനില്ല ഇതിനകത്ത്. വേറെ എന്താ ഞാൻ പറയേണ്ടത്? ഒന്നുമില്ല, നിങ്ങൾ കണ്ടോളുക. ഇതൊക്കെയാണ് യാത്ര. പിന്നെ ഇതിൻ്റെ റോഡ് ട്രിപ്പ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, അത് വേണേൽ കണ്ടു നോക്കാം. അപ്പോൾ റോഡ് ഞങ്ങൾ പണ്ട് പോയ സമയത്ത് റോഡൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഒത്തിരി അപ്ഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ നല്ല ഫുൾ പുതിയതായിട്ട് റബ്ബറൈസ്ഡ് ടാറിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായി റോഡ്. വളവും തിരിവുണ്ട്, വളരെ സൂക്ഷിച്ച് പോവുക. പിന്നെ അവിടെ പാർക്കിങ്ങിനൊക്കെ സ്പേസ് അവരുണ്ട്. പിന്നെ ചുമ്മാ ചപ്പി അവർ വാരി എറിയരുത്. അവിടെ ക്യാമറ ഉണ്ട്. പിന്നെ അവിടെ എല്ലായിടത്തും വേസ്റ്റ് ബിൻ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ കറക്റ്റായിട്ട് ഇടുക. ഇവരാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പിന്നെ ഈ ബോട്ട് ഈ വള്ളം ഇറക്കുന്നവർ. അല്ലാതെ നമ്മൾ വരുന്ന വഴിയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പിന്നെ ബോർഡും പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത്. അവിടെയൊക്കെ ഇറങ്ങുന്നത് നിങ്ങളുടെ റിസ്ക്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് വള്ളത്തെ കയറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അവർക്ക് അതിന് പേര്, നിങ്ങളുടെ നമ്പർ, അഡ്രസ്സ് എല്ലാം ഉണ്ട്. ആരാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നോ ആരാണ് നിങ്ങളെ കൊണ്ടുവരുന്നതെന്നോ നിങ്ങൾ ഏത് വള്ളത്തിലാണ് കയറി പോയതെന്നൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളടത്ത് പോകാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഇതിനിടയ്ക്ക് ഒരു മണൽത്തിട്ടയുണ്ട്. അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇറങ്ങി വേണേൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുക. അവിടെ നമ്മൾ ഇറങ്ങി നിന്നിട്ടുണ്ട്. പിള്ളേരെയും കൊണ്ട് പോകുന്നത് നല്ലതാണ്. പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റാണ്, അവർക്ക് രസമാണ്. ഇത് നല്ലൊരു സ്ഥലമാണ്. പിന്നെ വൈകുന്നേരം പരമാവധി 4 മണിക്ക് അവിടെ എത്താൻ ശ്രമിക്കുക. 4 മണിക്ക് ഈ വള്ളത്തെ കയറണം. നിങ്ങൾ വള്ളത്തെ കയറിയാൽ 6 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ പരിപാടി 2 മണിക്കൂർ എടുക്കുന്നെങ്കിൽ തീരത്തുള്ളൂ. മാത്രമല്ല ഈ 4 മണിയാകുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ താഴും. ഫോട്ടോ എടുക്കാൻ നല്ല ഒരു ആംബിയൻസ് ആയിരിക്കും. അതല്ലാതെ നട്ടുച്ച വെയിലത്തോ ഏർലി മോർണിംഗിലോ ഒന്നും പോകാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു സജഷനിൽ നല്ലത്. ഫോട്ടോ ഒക്കെ എടുക്കാനും കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ. അല്ല ജസ്റ്റ് നിങ്ങൾ ട്രിപ്പായിട്ട് മാത്രം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാം. പക്ഷേ ഞാൻ കറക്റ്റ് 4 മണിക്കാണ് വള്ളത്തെ കയറിയത്. 6 മണിയായപ്പോൾ ഇറങ്ങുകയും ചെയ്തു. 5:50 ഞാൻ ഇറങ്ങി. ഫോട്ടോ എടുക്കാനും നല്ല ഒരു ക്ലൈമറ്റും നല്ലതായിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു, വെയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണലും ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ചില സ്പോട്ടുകൾ അവർ കൊണ്ടുപോയി നമുക്ക് വള്ളം നിർത്തി തരും. അവിടെ നിന്ന് നമ്മുടെ ആവശ്യത്തിന് ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുക. നിങ്ങൾ എൻജോയ് ചെയ്ത് പോവുക. നമ്മൾ വള്ളത്തെ കുറേ സ്ഥലങ്ങൾ പിന്നെ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. പോകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിൽ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനുണ്ട്. അവിടെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് ഒന്നുകൂടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരോട് പറയാം, നിർത്ത് വള്ളം, ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെ നിർത്തി തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വള്ളം നിർത്തി. അതിൻ്റെ അപ്പുറ സൈഡിൽ കൊണ്ട് വെള്ളം നിർത്തി. അങ്ങനെ ഇപ്പോൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങേണ്ട സ്ഥലത്ത് കൊണ്ട് ഇവിടെ ഞങ്ങൾ നിർത്തിയിട്ടു. പുള്ളിക്കാരൻ നിർത്തിയിട്ട് കുറേ നേരം ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. ജാക്കറ്റൊക്കെ ഊരിയിട്ട് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി അപ്പുറത്തും പോയി ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം നല്ല കോപ്പറേറ്റീവായ മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്.
പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ മാത്രം മതി, പ്രശ്നമൊന്നുമില്ല, അതൊന്നും ചോദിക്കത്തൊന്നുമില്ല. പിള്ളേരുമായിട്ട് ഇങ്ങനെ ഒരു ദിവസം കറങ്ങി തിരിച്ചു വന്നു. എല്ലാം ഈ മാംഗ്രോവ് എന്തായാലും പറയുന്നത്, അത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത് തന്നെ ആ ചെടിയാണ് ഇവിടെ മൊത്തം വളർന്നിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഉള്ളുള്ള ചെടികളുണ്ട്, ചുമ്മാ കൈയൊന്നും ഇടരുത്. അതേ ഉള്ളൂ, വേറെ ആഴമുണ്ട്, ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം ചെളിയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വള്ളത്തിൽ ഇരുന്ന് ആട്ടരുത്, കുലുക്കരുത്, അവർ രക്ഷപ്പെടും. നിങ്ങൾ ചെളിക്കകത്തൊക്കെ വീണ് പോകും. അതുകൊണ്ട് ഇറങ്ങേണ്ട സ്ഥലത്ത് അവർ കാണിച്ചു തരും, കറക്റ്റായിട്ട് ആ സ്ഥലങ്ങളിൽ ഇറങ്ങുക, വള്ളത്തെ മര്യാദയ്ക്ക് ഇരിക്കുക, പാലങ്ങൾ വരുമ്പോൾ താഴെ ഇറങ്ങിയിരിക്കുക, തല താത്തിരിക്കുക, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരുപാട് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്, നല്ലൊരു ടൂറിസ്റ്റ് പോയിൻ്റാണ്. ഞാൻ പറഞ്ഞ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, 4 മണിക്ക് പോയി 6 മണിക്ക് പോരുക, നല്ല ആംബിയൻസ് ആണ് ആ സമയത്ത്. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടുകൊള്ളുക. പിന്നെ ഞങ്ങളുടെ കുറേ ആലോചന വർത്തമാനങ്ങളൊക്കെ ഉണ്ട്, സഹിക്കുക, ക്ഷമിക്കുക. ബാക്കി റോഡ് ട്രിപ്പ് വേറൊരു വീഡിയോയിൽ. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു. ചിരിക്കേ വെള്ളത്തിൽ ഇപ്പോഴല്ലേ ഇറങ്ങുന്നത്? നീ ഇറങ്ങണം. അത് റിസോർട്ടുകാരുടെയാണോ? രണ്ടുപേരും ഇനി ഒഴിക്കല്ലേ, വെള്ളം വാരി ക്യാമറ വെള്ളം വീഴും, മൊബൈലിൽ വെള്ളം വീഴും. ആയിരം ഇറങ്ങുന്നോ? ബാ, അടങ്ങീരി. ആയിരം വരുന്നോ? ആയിരം ഇറങ്ങുന്നോ? എന്നാ നമുക്ക് കയറാം, ബാ മതി. ബാ ഇങ്ങോട്ട് വാ. ബാ കേറട്ടെ ബാ, കേറാം. നടന്നു വാ. ഇല്ല, കുഴപ്പമില്ല. ഒന്നും കൊണ്ടുവന്നില്ല, എല്ലാം വണ്ടി ഇരിക്കും. ബാ കയറ്. അത് ഒരു പ്രശ്നം ഒന്നും അറിയാവോ? ഇവളിടുന്ന കാണുമ്പോൾ ബാക്കി 2 പേർക്ക് ഇടണമെന്ന് പ്രശ്നം. അവർ 2 പേരും വഴക്കുണ്ടാക്കും, അതാണ് ഈ കുഴപ്പം. ഇല്ല, അവൾ ഇടുന്നോണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതല്ലേ, ഞാൻ കണ്ടിട്ടുണ്ടത്. നമ്മുടെ അടുത്തൊന്നും ഇല്ല. എന്നാ ഉണ്ട്. എന്തോ വിസിലാവണം. വിസില് ഉണ്ടെന്ന് അറിയത്തില്ല. അല്ല, അപ്പുറത്തുനിന്ന് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അതല്ല, സാധാരണ ഇങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലത്തല്ലേ ഇത് കൂടുതലും. നടുക്ക് പോയി നിന്നാട്ടെ.
ഇത് കമ്പ് തട്ടുന്നില്ല ദേഹത്ത്. കമ്പ് തട്ടും, തല കമ്പ് തട്ടുമെന്ന് മാറിക്ക്. കമ്പ് തട്ടും തല ദേഹത്ത്. കമ്പ് തട്ടും തലയില്. അതൊന്നും എത്താൻ പാടില്ല. ഇപ്പുറത്തുണ്ട്. ഇതെല്ലാം ഏറ്റവും ഇങ്ങനെ നിലച്ച് നിൽക്കുക. അപ്പോൾ നിലച്ച് നിൽക്കുമ്പോൾ ഈ ഇല എല്ലാവരുടെ വീട് ഒഴുകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇറക്കം പിടിക്കുമ്പോൾ മാറും. കാലെടുത്ത് വെള്ളം വന്ന് കൂട്ടിമുട്ടും. തട്ടിപ്പോയ കാല് ഉരഞ്ഞു. ഭയങ്കര വേദനയാ, നീ വിചാരിക്കുന്ന പോലെ അല്ല. നാളെ അറിയത്തുള്ളൂ അതിന്റെ വേദന ശരിക്കും, ഇന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ചായക്കട ഇനി അങ്ങ് തെക്ക് പോകണം, അല്ലെ പിന്നെ അപ്പുറത്ത് പോകണം. അപ്പുറത്തെ എന്നിട്ട് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ വായിക്കും. നമ്പർ അവർ വായിക്കും. വായിച്ചിട്ട് ഈ ഫോട്ടോ വേണ്ട പാലുടിക്കാണല്ലോ. പോയി പാല് കുടിച്ച് കഴിഞ്ഞു.